എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒരുപാട് മെസ്സേജുകൾ കീപ്പ് കമ്മിങ് ആണ്. അത് ഫേസ്ബുക്കിലാവട്ടെ, മെയിലിൽ എനിക്ക് ഇന്നലെ തന്നെ 2 മെസ്സേജ് വന്നു. അത് ഒരാളുടെ അനുഭവം പറഞ്ഞുകൊണ്ടും രണ്ടാമത്തത് ഇങ്ങനെ ഇതിൻ്റെ ലീഗൽ വശത്തെ പറ്റി പറയുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു RTA കൊടുക്കുക, അതിന് ശേഷം അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും ആരാണ് RTA കൊടുത്തത്. കാരണം പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ RTA ഇങ്ങനെ ഈ ആട്ടോ സ്റ്റാൻഡിന് അനുമതി കൊടുക്കത്തില്ല. അപ്പം അവർ പറയുന്ന അനുമതി കൊടുത്തു എന്നാണ്, അനുമതി ഉണ്ട് എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു പേപ്പർ എനിക്ക് അറിയത്തില്ല ഉണ്ടല്ലോ. അപ്പോൾ RTA വഴി കൊടുക്കുക, അതിനുശേഷം പഞ്ചായത്ത് പരാതി കൊടുക്കുക, അതിനുശേഷം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുക. അതിനുശേഷം ഇതൊന്നും ശരിയായില്ലെന്നുണ്ടെങ്കിൽ MLA MP ആയിട്ട് സംസാരിക്കുക. അതുവരെ ശരിയായില്ലെങ്കിൽ കൺസ്യൂമർ കോർട്ടുണ്ട്, അതൊക്കെ തന്നെ കൺസ്യൂമർ കോർട്ടല്ല ലേബർ കോർട്ടുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെടുക. അതും ശരിയായില്ല എന്നുണ്ടെങ്കിൽ കോർട്ടിൽ കേസ് പോവുക. അപ്പം ലീഗൽ വശങ്ങൾ ഫുൾ എനിക്ക് ഒരാൾ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. എനിക്ക് വളരെ നന്ദിയുണ്ട്. കാരണം നമുക്ക് ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്രൊസീജിയറും കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല. ഇദ്ദേഹം വക്കീലൊന്നും അല്ല, അദ്ദേഹത്തിനുണ്ടായ അനുഭവത്തിൽ അദ്ദേഹം പറഞ്ഞു തന്നെയാണ് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളായ സംഭവമാണ്. അത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നിരിക്കും. ഞാൻ എൻ്റെ ഒരു വിഷയം വളരെ ജെന്യൂനായിട്ട് പറഞ്ഞതാണ്. അപ്പം ആ ജെന്യൂനിറ്റി ആൾക്കാർക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് അതേ രീതിയിൽ റെസ്പോൺസ് എനിക്ക് വരുന്നത്. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു കോൾ വന്നിരുന്നു, അജികുമാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, പുള്ളിക്കാരൻ ഇത് കണക്ക് ബിസിനസ് ഉണ്ടായിരുന്നു, ബിസിനസ് തുടങ്ങി, ഫ്രണ്ടിൽ ഇത് കണക്ക് ഇഷ്യൂ ഉണ്ടായി, അങ്ങനെ ആൾക്കാർ കയറാതായി. നമുക്കറിയാം വാടക കൊടുത്ത്, ഇപ്പോൾ നമുക്കെന്ന് വെച്ചാൽ വാടക കൊടുക്കാനില്ല, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. അപ്പം അങ്ങനെ കിടന്നാലും വലിയ കുഴപ്പമില്ല, ഒരു പാസീവ് ഇൻകം മാത്രമായിരുന്നു അത്. അപ്പം പക്ഷേ അയാൾക്ക് അതായിരുന്നു മെയിൻ സോഴ്സ് ഇൻകം. അപ്പം ലോൺ എടുത്തു, ലോൺ അടയ്ക്കാൻ പിന്നും ലോൺ എടുത്തു, അതിൻ്റെ മേൽ സ്വർണം വിറ്റ് ലോൺ അടച്ചു, അവസാനം എല്ലാം നഷ്ടപ്പെട്ടു, കേസായി. അവസാനം ഇപ്പോൾ അയാൾ പെരുവഴിയിലാണ് ജീവിതം. ഇന്ന് മനസ്സിലാക്കണം, നമ്മൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാടും നമ്മൾ ആൾക്കാരുടെ ജീവിതങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നമ്മളൊരു പ്രശ്നത്തിൽ വരുമ്പോഴാണ്. ശരിക്കും ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ISROയിൽ നമ്മുടെ ഒരു റോക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവിടെ അൺലോഡ് ചെയ്യുന്നതിൻ്റെ ഇറക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് CA2കാർ വന്ന് ചോദിച്ചു, ഇത് ഇറക്കുന്നതിന് നോക്കൂലി വേണമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്രയോ ടൺ, 10,000 1000 ടണ്ണിന് പുറത്തുള്ള സാധനം നോക്കുകൂലി ചോദിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇരിക്കും? അന്ന് ഞാൻ ആലോചിച്ചത്, എന്ത് പറ്റി അവർ ഇങ്ങനെ, ഇത് ശരിയല്ലല്ലോ. ഇത് സ്വാഭാവികമായിട്ട് നമുക്കൊരു കോമൺ സെൻസ് വേണ്ടേ? ഒരു 10-100 കിലോ ചാക്ക് എടുക്കുന്ന കണക്കോ, അല്ലെങ്കിൽ 150 കിലോയുടെ എന്തെങ്കിലും സാധനം എടുത്ത് മാറ്റുന്ന കണക്കല്ല ടണ്ണ് കണക്കിന് വെയിറ്റ് ഉള്ളൊരു സാധനം എടുക്കുന്നത്. അതിന് മെഷീൻസ് തന്നെ വേണം. അപ്പോൾ ഇവർ ഈ ചോദിക്കുന്നതിൽ ഒരു തരത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിക്കാൻ ചെയ്തു, ഇങ്ങനെയൊക്കെ ശരിക്കും നടക്കുന്നുണ്ടോ കേരളത്തിൽ? 2-3 വർഷം മുമ്പുണ്ടായ സംഭവമാണ്. പക്ഷേ ശരിക്കും എനിക്കൊരു വിഷയം വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യാപ്തിയും നമ്മൾ ജീവിക്കുന്ന സിറ്റുവേഷൻ്റെ ശരിക്കും ഒരു അവസ്ഥയും മനസ്സിലാവുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് കിടക്കുന്നു. അവരുടെ പ്രോപ്പർട്ടി ശരിയാക്കാൻ വേണ്ടി, കട വയ്ക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു മാനുഷികത്വവും നമ്മൾ കാണിക്കാതെ അവരെ വേണമെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് മാറ്റിവിടായിരുന്നു. കാരണം കുറച്ച് മണ്ണെടുത്ത് മുന്നോട്ട് ഇട്ടാൽ മതി. കാരണം നമ്മുടെ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, നമ്മളവിടെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ചെയ്തിട്ടൊരു മതിലും കെട്ടിയാൽ മതി. കാരണം കൺസ്ട്രക്ഷൻ നടക്കുന്ന ഫീൽഡിൽ മതിൽ കെട്ടുമല്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അവരന്ന് അവിടെ നിന്ന് പോയാണ്. നമ്മളത് വിചാരിച്ചില്ല. നമ്മൾ വിചാരിച്ചു ഓക്കെ അവരവിടെ നിന്നോട്ടെ, അവർക്ക് ചെറിയൊരു കടയാണ് വയ്ക്കുന്നത് ബാക്കിൽ. അപ്പം അതേണക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഓട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ കിട്ടിപ്പോട്ടെ, അല്ലെങ്കിൽ അവർ ജീവിതം രക്ഷപ്പെടണം. വളരെ ചെറിയ ഓട്ടോ കിട്ടുന്നുള്ളൂ. എൻ്റെ ഒരു കസിനും അവിടെ ഓട്ടോ ഓടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്നില്ല, മുമ്പ് ഓട്ടോ ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ പറയാറുണ്ട്, ചില ദിവസങ്ങളിൽ എണ്ണ അടിക്കുന്ന കാശേ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും, പാവം. കാരണം ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്, ഭയങ്കര വിഷമം തോന്നും. അപ്പം ആ ഒരു മാനസികത്വം, പിന്നെ നമ്മളെല്ലാം അറിയാവുന്ന ആൾക്കാരാണ്, എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ അന്ന് ഒന്നും പറയാഞ്ഞത്, ഒന്നും ചെയ്യാഞ്ഞത്. പക്ഷേ അത് നമുക്ക് വലിയ വിനയായി. പണ്ടൊരു കഥ ഞാൻ കേട്ട കണക്ക്, ഒരമ്മ അവരെ വീടിൻ്റെ ബാക്കിൽ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പോകാൻ വേണ്ടി അവരെ വീടിൻ്റെ സൈഡിൽ ഒരു വഴി കൊടുത്തു. അവർക്ക് വേറെ വഴിയുണ്ട്, എന്നാലും കുറച്ചുകൂടെ റോഡ് ആക്സസ് ആയിട്ടുള്ള ഈ വഴി കൊടുത്തു. കാലം മാറി അമ്മൂമ്മ മരിച്ചു. ആ ബാക്കിലുള്ള കുടുംബത്തിൻ്റെ അടുത്ത ജനറേഷൻ വന്നു. അപ്പോൾ അവർ കാറെടുത്തു, ബൈക്ക് എടുത്തു. അപ്പോൾ അവർക്ക് വഴി വേണം. അവർ കേസിന് പോയി, അവസാനം വഴിയും മേടിച്ചെടുത്തു. എങ്ങനെ ഇരിക്കുന്നു? കാശ് കൊടുത്താണ് വാങ്ങിയത്, അത് വേറെ കാര്യം. അപ്പോഴേ ഇതാണ് ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ഒരാൾക്ക് നല്ല കാര്യം ചെയ്യാൻ പോയാൽ നമുക്കത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് നമ്മളത് എത്തിക്കും. അപ്പം ഈ ഒട്ടകത്തിന് നമ്മൾ ഇത്തിരി തല ചായ്ക്കാൻ ചെറിയ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ആ കൂരയോടെ ഒട്ടകം എടുത്തുകൊണ്ട് പോകും. ആ ഒരു അവസ്ഥയാണ് കേരളത്തിൽ. നമ്മൾ കുറച്ച് നന്മയൊക്കെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ അവസാനം നമുക്ക് തന്നെ വിനയാവും. ഇപ്പം തന്നെ ഈ അർജുൻ്റെയും മനാഫിൻ്റെ ഇഷ്യൂ, ശരിക്കും മനാഫിനോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റുള്ള മനുഷ്യനാണ്. കാരണം
ഒരു ഓണർ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറിനോട് കാണിക്കാവുന്നതിൽ ഏറ്റവും അങ്ങറ്റം ഒരു റെസ്പോൺസിബിലിറ്റിയും സ്നേഹവും അദ്ദേഹം കാണിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാ തരത്തിലും. അന്ന് ആ മണ്ണിടിച്ചിലിന് ശേഷം വയനാടിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും വയനാട്ടിലേക്ക് ഫോക്കസ് ആയ സമയത്തും മനാഫ് അർജുൻ്റെ പുറകെയായിരുന്നു. ഈവൻ അവസാനം ഡ്രഡ്ജിങ്ങിൻ്റെ സമയത്തുണ്ടായ പ്രശ്നങ്ങൾ നമുക്ക് കേട്ട് അറിയാൻ, ക്യാഷിൻ്റെ ഇഷ്യൂ, എല്ലാത്തിലും മനാഫ് ഫ്രണ്ട്ലി ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു കാര്യം ക്യാഷോ അല്ലെങ്കിൽ വേറെ സഹായമൊന്നുമല്ല, നമ്മുടെ സമയമാണ്. ഒരു മനുഷ്യൻ്റെ സമയമാണ് ഒരാൾക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ, അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ദാനം, ഒരാളുടെ സമയം. അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്. അദ്ദേഹത്തിന് ചെയ്യാവുന്ന ബിസിനസ്, ആ സമയത്ത് അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അയാൾക്ക് നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വലിയൊരു വണ്ടി ഫുള്ള് ലോഡ്, എത്ര ലക്ഷം രൂപയാണെന്ന് പല പത്രങ്ങളിൽ പല രീതിയിലാണ് വന്നേക്കുന്നത്. പക്ഷേ അത്രയും രൂപയും നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം അവിടെ കൺസേൺ ചെയ്ത നഷ്ടപ്പെട്ട ക്യാഷോ അല്ലെങ്കിൽ തടിയോ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഡ്രൈവറിനെയാണ്. അത് അന്ന് ഈ പേരും പ്രസക്തിക്ക് വേണ്ടിയൊന്നുമല്ല, ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ചെല്ലുമ്പം അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ് പേരും പ്രസക്തി. കാരണം അയാൾ ചെയ്ത ആ കാര്യത്തിന് അത്രയും വാല്യൂ ഉണ്ട്. ഇപ്പം എന്തുകൊണ്ടാണ് അർജുൻ്റെ കുടുംബം അദ്ദേഹത്തിനെതിരെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് ശരിക്കും നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളൊരാൾക്ക് നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമുക്കത് പിന്നെ വലിയ വിനയായിട്ട് വരും. ഇപ്പം തന്നെ പലരും എടുത്ത് ചോദിച്ച ചോദ്യമാണ്, എന്തുകൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുത്തോളൂ, ഈ പ്രശ്നം തീരത്തില്ലേന്ന്. അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആ നിൽക്കുന്ന ഭൂരിഭാഗം പേര് എനിക്ക് വളരെ അറിയാവുന്നവർ, അടുത്തറിയാവുന്നവർ, കുട്ടിക്കാലം തൊട്ടേ. അതിനകത്ത് 1-2 പേര് എൻ്റെ ക്ലാസ്സിൽ പഠിച്ചാണ്. അതിനകത്ത് ഒരാൾ എൻ്റെ ക്ലാസ്സിൽ 1 തൊട്ട് 10ാം ക്ലാസ് വരെ എൻ്റെ ബെഞ്ചിൻ്റെ തൊട്ടപ്പുറത്തെ ബെഞ്ച്, എൻ്റെ ഫ്രണ്ടിലത്തെ ബെഞ്ച് അല്ലെങ്കിൽ എൻ്റെ ബാക്കിലത്തെ ബെഞ്ചിൽ നിന്ന് പഠിച്ചവരാണ്. ഒരേ ക്ലാസ്സിൽ നിന്ന് പഠിച്ചവരാണ്. +1 +2 2 ഡിവിഷനായിട്ട് മാറിയെങ്കിലും എന്നാലും +2 വരെ ഒരേ സ്കൂളിൽ പഠിച്ച വ്യക്തികളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയോട് എനിക്കെതിരെ നിൽക്കുന്ന സമയത്ത് കംപ്ലയിൻറ്റ് കൊടുക്കാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ വിഷമമുണ്ട്. വേറൊന്നുമല്ല, എൻ്റെ കല്യാണ സമയത്ത് ഇവൻ എൻ്റെ നിന്ന് ബിയർ മേടിക്കാൻ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ബിയറിൻ്റെ ക്യാഷ് വാങ്ങിക്കൊണ്ട് പോയി. എന്നിട്ട് രാത്രി ഒരു ഫോട്ടോ വെച്ചിട്ട് ക്യാഷ് തികഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് ചോദിച്ച വ്യക്തിയാണ് ഇത്. സോ അവനൊക്കെയാണ് എൻ്റെ അടുത്ത് ഇന്ന് അടി ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, അവിടെ കടയുടെ ഫ്രണ്ടിൽ നിങ്ങൾ ഓട്ടോ സ്റ്റാൻഡ് ആക്കണ്ട അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരേ കാര്യം, പാരലായിട്ടിട്. ആ ഒറ്റൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം ക്രോസ് ആയിട്ട് അകത്തോട്ടിടുമ്പോൾ നമുക്ക് കതവ് തുറക്കാൻ പറ്റത്തില്ല. അതിനകത്തുള്ള പൊടി ഫുള്ള് പൊടി അടിച്ച് അകത്ത് കയറുകയാണ്. ദിവസവും ഇരുന്ന് തൂത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ആവശ്യം എന്താണെന്ന്. ഒരാളുടെ പ്രോപ്പർട്ടി, പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടിട്ട് അതിനകത്തുനിന്നുള്ള ബുദ്ധിമുട്ട് നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം എന്താണ്? അവിടെ മര്യാദയ്ക്ക് 2 പേർക്കും സഹകരിച്ച് പോവാം. എങ്ങനെയാണെങ്കിൽ ഓട്ടോക്കാർ പാരലാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വിഷയമില്ല. അപ്പോൾ അവർ അത് സമ്മതിക്കത്തില്ല. അവർക്ക് അതിനകത്ത് അത്രയും ഭാഗത്ത് തന്നെ നിൽക്കണം. അതാണ് അവരുടെ കണ്ടീഷൻ. അപ്പം അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം കൂടുതലൊന്നും എനിക്ക് പറയാൻ വയ്യ. അതാണ് ഈ വരവേൽപ്പ് സിനിമ നമ്മൾ കണ്ടില്ലേ, എന്നിട്ട് മോഹൻലാൽ വന്നിട്ട് ഉള്ള ക്യാഷ് എല്ലാം കൂടെ എടുത്ത് ഗൾഫ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബസ് വാങ്ങും. എന്നിട്ട് ആ ബസ് ഓടിക്കാൻ പറ്റാതെ പല പ്രശ്നങ്ങളായി അവസാനം അദ്ദേഹം അതൊക്കെ വിറ്റിട്ട് പോകുന്നൊരു കഥ എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം. അതിൻ്റെ ഇടയ്ക്ക് ഒരു അപ്പൂപ്പ ഇടയ്ക്കിടയ്ക്ക് വരും. എന്നിട്ട് ഇദ്ദേഹത്തിനോട് ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ മേടിക്കാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അദ്ദേഹം എടുക്കാനും വിൽക്കാനൊക്കെ തയ്യാറായിട്ട് വരുന്നുണ്ട്. അപ്പം ഭയങ്കര ആദ്യമൊക്കെ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഒട്ടും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത് ആദ്യം തൊട്ടേ. കാരണം ഒരാൾ ഒരു ബിസിനസ് തുടങ്ങി ഫ്രണ്ടിൽ വന്നു, തുടങ്ങിയ സമയം തൊട്ടേ കൂടെ വന്നിട്ട് വിൽക്കാനുണ്ടോ വാങ്ങാനുണ്ടോ എന്ന രീതിയിൽ വന്നത് നമുക്ക് തന്നെ ഒരു തരം ഇറിറ്റേഷൻ അല്ലേ. പക്ഷേ ടുവേഴ്സ് ദ എൻഡാണ് അതിൻ്റെ പ്രസക്തി മനസ്സിലാവുന്നത്. അദ്ദേഹം ഇത് കണക്കൊരു ബസ് ഓണറായിരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ബസ്സൊക്കെ നഷ്ടപ്പെട്ട അവസാനം ബാക്കിയുള്ള സ്പെയർ പാർട്സ് വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ. എന്ന് വെച്ചാൽ 10-20 വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു പടമാണ്. അതിൻ്റെ ഇന്നത്തെ കാലത്തെ പ്രസക്തി ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് ആരുടെ ഭാഗത്ത് തെറ്റ്? ഞാൻ എൻ്റെ ഭാഗം ന്യായീകരിക്കാനൊന്നുമില്ല, ഞാൻ ജെന്യൂനായിട്ട് പറയുകയാണ്. 10-20 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ആ കട പാതിയെ നമുക്കുള്ളായിരുന്നു, പാതി നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെയാണ്. അപ്പം അപ്പൂപ്പൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ പ്രോപ്പർട്ടിയാണ്. അപ്പം അതിൻ്റെ പാതി 2 മക്കൾക്കായിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിൽ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഒരു പ്രോപ്പർട്ടി വേറൊരു ആൾക്കാരാണ്. അപ്പം മറ്റേത് നമ്മൾ വാങ്ങിയെടുക്കുകയാണ് ചെയ്തത്. അതിന് 4-5 ലക്ഷം രൂപയായി. പിന്നെ അതിൻ്റെ എഴുത്തുകൂലി എല്ലാവർക്കും അറിയാം. എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു 10-25 ലക്ഷം രൂപയ്ക്ക് പുറത്തായ ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ് അവിടെ. എന്നിട്ട് സ്വന്തം കടയുടെ ഫ്രണ്ടിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിന് സൗകര്യമില്ല, ഓട്ടോ സ്റ്റാൻഡാണ് അവിടെ വലുതെന്ന് പറയുന്ന ഇവരുടെ എന്ത് ന്യായീകരണം എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത്രയും നാൾ ഞാൻ വെള്ളം കൊണ്ടുപോകുമ്പോഴും
അവിടുത്തെ സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോഴും വെള്ളം ഒഴിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ ഈ ഓട്ടോയുടെ ഫ്രണ്ടിലോട്ടാണ് വണ്ടി ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എന്തോ ചെയ്യാൻ, അപ്പോഴത്തേക്ക് നിവൃത്തിയില്ലാതെയാണ് നമ്മളത്. അന്നൊക്കെ ഞാൻ ക്ഷമിക്കുമായിരുന്നു, കാരണം അവർ എന്തെങ്കിലും ഓട്ടം കിട്ടിപ്പോട്ടെ, നമ്മൾ എന്തിനാ ഇങ്ങനെ പറയുന്നത്. അന്ന് തന്നെ ഒരു ഓട്ടോ ഡ്രൈവർ അച്ഛനടുത്ത് പറഞ്ഞാണ്, ഇപ്പോൾ ആ ഓട്ടോ ഡ്രൈവറിനെ കാണുന്ന പോലുമില്ല. ആ ഡ്രൈവറിനെ സാറ് കട സമയത്ത് നമ്മളങ്ങ് മാറി, അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, ഇന്നും കേട്ട ഡയലോഗാണ്. അയാളിപ്പോൾ കാണുന്നില്ല, അത് വേറെ കാര്യം. സോ ഇപ്പോൾ അവർ മാറത്തില്ല. അവിടെ അവർ ഒഫീഷ്യലായിട്ട് അത് ഓട്ടോ സ്റ്റാൻഡാക്കി മാറ്റി നമ്മുടെ കട. എന്നാൽ പിന്നെ കടയ്ക്കകത്തൂടെ ഓട്ടോ സ്റ്റാൻഡെന്നങ്ങ് എഴുതി വെക്കുക, അതായിരിക്കും എളുപ്പമെന്ന് തോന്നുന്നു. ആ ഒരു അവസ്ഥയാണ് ശരിക്കും. ഒരു കൊച്ചിയിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു എനിക്ക്. കൊച്ചിക്കാരൻ്റെ മെസ്സേജാണ്. ഇപ്പോൾ പുള്ളിക്കാരൻ ദുബായിൽ ഓടാണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാണ് ഇതേ കണക്ക് ഇദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങി, ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ മേടിച്ച് വെച്ച് അവസാനം ഇത് വേറൊരു ഇഷ്യൂ വന്ന് പറ്റാണ്. അവസാനം അതെല്ലാം നഷ്ടത്തിലായി, പാതി വിലയ്ക്കും കിട്ടുന്ന വിലയ്ക്കാണ് അത് വിറ്റ് തീർത്ത് അദ്ദേഹം ദുബായിലാണ്. ഇപ്പോൾ ദുബായിൽ സെറ്റിൽഡായി നല്ല രീതിയിൽ ജീവിക്കുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അനുഭവം കേട്ട് ശരിക്കും എനിക്ക് തന്നെ വല്ലാത്തൊരു പേടി തോന്നി. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടും കിട്ടത്തില്ല എന്ന് പറയാൻ പറ്റും. അവർക്ക് ജീവിക്കണം, ഞാൻ പറയുന്ന അവർക്ക് ഒഴിവാക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ. നമ്മളിപ്പോൾ കേരളം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോ തൊഴിലാളികളൊക്കെ ശരിക്കും നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ് ഈ ഓട്ടോറിക്ഷ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ പല രാജ്യങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ബാംഗ്ലൂരിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓട്ടോ ഓടുന്ന സ്ഥലത്ത് ബൈക്കുകാരുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓട്ടോയ്ക്ക് 30 കൊടുക്കുന്നതെങ്കിൽ ബൈക്കിൽ 15-20 രൂപ കൊടുത്താൽ മതി. അവർ നമ്മളെ ഒരു പേഴ്സണൊക്കെ ഉള്ളെങ്കിൽ അതവർക്ക് ഉണ്ടാക്കി തരും. അപ്പം അതാണെങ്കിൽ ഇത് പാർട്ട് ഓഫ് ലൈഫാണ്. അത് ലോവർ ക്ലാസ്സിൻ്റെ മാത്രമല്ല, എല്ലാ ക്ലാസ്സിൻ്റെയും എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഓട്ടോ അല്ലെങ്കിൽ ഭയങ്കര സഹായവും ഒരുപാട് നമുക്ക് പാർട്ട് ഓഫ് സൊസൈറ്റിയാണ്. നമ്മുടെ വളർന്നു വന്ന സാഹചര്യമൊക്കെ അതിനകത്ത് ബാധിക്കുന്നതാണ്. അപ്പം ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഈ ഓട്ടോയൊക്കെ മാറി അവിടെ വലിയ കാറുകളൊക്കെ റീപ്ലേസ്ഡ് ആവും. അതാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്കിപ്പം ഡെവലപ്പിംഗ് ആണ്, നല്ല ഡെവലപ്ഡ് ആണ്. ഇപ്പം ഒരു മന്ത്ലി ഒരു 20K ഒക്കെ 10K to 20K ഒക്കെ മിനിമം എല്ലാവർക്കും ഇപ്പം സാലറി ക്യാഷൊക്കെ വേറെ ഈ പറയുന്ന മദ്യപാനം അല്ലെങ്കിൽ വേറെ ചിലവൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ഇന്നത്തെ കാലത്ത്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മളെ പ്രോഗ്രഷൻ നടക്കുന്നതെങ്കിൽ എക്കണോമിക്കലി ഒരു 10-20 വർഷത്തിനുള്ളിൽ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ടെത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓട്ടോറിക്ഷയൊക്കെ റീപ്ലേസ്ഡ് ആയിട്ട് ടാക്സി ആവും, ടാക്സി സർവീസ്. ഇപ്പോൾ നമ്മൾ UK-ലോ US അല്ലെങ്കിൽ ജർമ്മനിയിലോ ഓസ്ട്രേലിയയിലൊക്കെ നോക്കുന്ന കണക്ക് ടാക്സി വിളിച്ച് നമുക്ക് പോകാൻ പറ്റും. ഇപ്പം 30 രൂപയ്ക്ക് നമ്മൾ ഓട്ടോ കൊടുക്കുന്നത് ഒരു 60, 80, 100 രൂപയ്ക്ക് നമുക്ക് കാറിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ പോകാൻ പറ്റും. ഇപ്പോൾ ആൾറെഡി എല്ലാവർക്കും വണ്ടിയുണ്ട് സ്വന്തമായിട്ട്. ഇപ്പോൾ 2 വീലറോ 4 വീലറോ ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പം ഇനി വരുന്നൊരു കാലം ആ രീതിയിലോട്ടുള്ള ഒരു വളർച്ചയായിരിക്കും. അപ്പം പറഞ്ഞു വന്നാൽ വേറൊന്നുമല്ല, കാലത്തിൻ്റെ ഒരു കാലചക്രത്തിൽ ഓട്ടോ സ്റ്റാൻഡ് ഇപ്പം നമുക്ക് അനിവാര്യം തന്നെയാണ്. ഒരു സ്ഥലത്ത് പോകാനും ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കാനും എല്ലാ കാര്യങ്ങൾക്കും അവർ സപ്പോർട്ട് എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആ ഓട്ടോ ക്രോസ് ചെയ്ത് അകത്തിടാതെ പാരലാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ തന്നെ ലാബുകാർ വന്നു, പിന്നെ വേറെ ടെക്സ്റ്റൈലിന് എന്തോ ഒരു കാര്യം 2 പേര് വന്നായിരുന്നു. ആ 2 പേർക്കും പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്നത് ഓട്ടോ സ്റ്റാൻഡ് ഫ്രണ്ടിൽ കിടക്കുന്നതുകൊണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. കാരണം അവർക്കറിയാം ഇവിടുത്തെ പ്രശ്നങ്ങൾ. കാരണം ഒരു പ്രശ്നവുമില്ല, നമ്മൾ മുന്നോട്ട് പോയാലും എവിടെന്നെങ്കിലുമൊക്കെ ഒരു ഏണി വന്ന് നമ്മളെ വന്ന് പെടും, അല്ലെങ്കിൽ നമ്മളെ പെടുത്തും. അതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഫണ്ട് പിരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടോ, എനിക്ക് അറിയാവുന്നൊരു കൂട്ടുകാരൻ്റെ ഫാദർ ഇതണെങ്കിൽ ഫണ്ട് പിരിവിന് ക്യാഷ് കൊടുത്തില്ല എന്ന പേരിൽ ഭയങ്കര ഇഷ്യൂ ആയി. അത് പിന്നെ കേസായി, അത് പിന്നെ വലിയ ഇഷ്യൂയിലേക്ക് പോയി. അപ്പോൾ ആ ഒരു പ്രശ്നം എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്താൽ തീരാവുന്നേ ഉള്ളൂ. ഒരുപാട് പേര് ചോദിച്ച ചോദ്യം അത് തന്നെയാണ്. പക്ഷേ കംപ്ലയിൻറ്റ് കൊടുത്താലുള്ള പ്രശ്നം വെച്ചാൽ എല്ലാവരും എനിക്കറിയാം. ഞാൻ പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ പഠിച്ചത് ഈ പറഞ്ഞ കൂട്ടുകാരൻ്റെ അമ്മയെന്ന് പറയുന്നത് ഒരു ലക്ഷ്മി ഹോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പകൽക്കുറിയിൽ നിന്ന് പാരിപ്പള്ളിലോട്ട് പോണ വഴിയിൽ ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്. ആ ഹോട്ടൽ നടത്തുന്നതിൻ്റെ ഫുള്ള് സാധനം പുറത്താണ്, വിറകും അവർ കുക്ക് ചെയ്യുന്നതൊക്കെ പുറത്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാനൊരു വണ്ടി കൊണ്ടിട്ട് അവരുടെ എങ്ങനെ ഇരിക്കും? അവർ മനസ്സിലാക്കുന്നില്ല. അവർ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, അവരുടെ ഫ്രണ്ടിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ അവരെങ്ങനെ സഹിക്കും? അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ എനിക്കറിയാം. ഇപ്പോൾ എന്താ നമ്മൾ ഈ വീട്ടിൽ തൊട്ട് മുകളിൽ കാണുന്ന ഒരു വീട്ടിലെ ചേട്ടനുണ്ട്, പുള്ളിക്കാരനും അവിടെ ഓട്ടോ ഓടിക്കുന്നുണ്ട്. ആ ചേട്ടനാണ് എനിക്കെതിരെ ഏറ്റവും കൂടുതൽ പറഞ്ഞു നടക്കുന്നത് നാട്ടിൽ. ഞാനാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന രീതിയിൽ. പകൽക്കുറിയിൽ ഞാൻ എൻ്റെ വണ്ടി കൊണ്ടിടുന്ന സമയത്ത് വേറെ ഒരു ഓട്ടോറിക്ഷയും അടുത്തില്ലായിരുന്നു. പക്ഷേ ഒരുത്തൻ വന്ന് കയറിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വണ്ടി മാറ്റാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു
ഇപ്പോൾ ഒക്കത്തില്ല, കുറച്ച് കഴിഞ്ഞേ ഒക്കത്തുള്ളൂ എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോഴത്തേക്ക് അവൻ ഒക്കത്തില്ല. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ ഞാൻ എൻ്റെ വണ്ടി മാറ്റി പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ കട ക്ലോസ് ചെയ്യാൻ പോവുകയാണ്, എനിക്കിപ്പോൾ ട്രിവാൻഡ്രം വരെ അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇരുന്ന സമയത്താണ് ഒരു പ്രൊമോഷൻ്റെ കാര്യമായിട്ട് ഒരാൾ ഇങ്ങനെ വന്ന് കയറി കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പെട്ടെന്നാണ് ഇവൻ വന്നിട്ട് മാറ്റണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒക്കത്തില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇവൻ റൈസ് ആവുകയും എടുത്ത് മാറ്റണം എന്നൊക്കെ രീതിയിലുള്ള ടോക്ക് വരികയും ചെയ്തു. അപ്പോൾ ഞാനത് മാറ്റിയില്ല. അപ്പോൾ അതിനവൻ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് അവൻ്റെ വണ്ടി റിവേഴ്സ് എത്തണമെന്ന്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വണ്ടി എടുക്കരുത്, വലിയ പ്രശ്നമാവുമെന്ന് പറഞ്ഞ സമയത്ത് അവ അത് കേൾക്കാതെ വണ്ടി എടുത്ത് എൻ്റെ കാലിലാണ് ടയർ കയറിയത്. ശരിക്കും അറ്റംപ്റ്റ് മർഡറാണ്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ നമ്മൾ ഒരു ബിസിനസ് നടത്തുന്നു, അത് ചെയ്യാൻ സമ്മതിക്കത്തുമില്ല. നമ്മുടെ അപായപ്പെടുത്തുക എന്ന് പറയുമ്പം വലിയൊരു പ്രശ്നമല്ലേ അത്. അപ്പോൾ അവിടെ തുടങ്ങിയ പ്രശ്നമാണ്. അതിനുശേഷം ഇത് ഞാൻ വീഡിയോ ഇട്ടു, ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ വീഡിയോ ഇട്ടു. പിന്നെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല, അന്നേ എനിക്ക് താല്പര്യമില്ല. ഇപ്പം പോലീസിലും കണ്ട കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ വിട്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടിട്ട്, നമുക്കറിയാം ഒരു ജീവിതം കെട്ടിപ്പടുത്തുന്ന പാടും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും. അപ്പം രക്ഷപ്പെട്ട് പോട്ടെ എന്ന് വെച്ചുകൊണ്ട് ഞാൻ കംപ്ലയിൻറ്റും കാര്യം കൊടുത്തില്ല. പിറ്റേ ദിവസം ആ പേരും പറഞ്ഞുകൊണ്ട് അവരെല്ലാം കൂടെ കയറി എൻ്റെ അടുത്ത് അടുത്ത റേസായിട്ട് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല, വന്ന് പറയുകയാണ് ഇവിടെ തന്നെ വണ്ടി ഇടും. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ട് ഷോ കാണിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. കാരണം എടുത്ത് എല്ലായിടത്തും അങ്ങ് തോട്ടി അറിയാൻ തോന്നും. പിന്നെ അങ്ങ് ക്ഷമിച്ച് നിർത്തുന്നതാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വന്തമായിട്ടൊരു കടയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് അവന്മാർ വണ്ടി കൊണ്ടുവന്ന് എന്നെ ഇടിച്ചിട്ട് ഞാൻ ഇതും കേട്ടോണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടൊരു മലയാളികൾക്ക് ഒരു മനുഷ്യനുണ്ടാകുന്നൊരു ദേഷ്യം ഉണ്ടല്ലോ, അതും കൂടെ കടിച്ചമർത്തിയാണ് സത്യം ഞാൻ നിൽക്കുന്നത്. ഞാൻ നിർത്തി, ഞാനിപ്പോൾ ആ പകൽക്കൂരിലോട്ടേ പോകാറില്ല. ഇപ്പം അങ്ങോട്ട് ആ പരിസരത്തേക്ക് കയറാൻ ഭയങ്കര എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതാണ് ശരിക്കും അത്യാവശ്യം വെച്ചാൽ അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് 19,000 രൂപ സാധനം എടുത്ത് അകത്ത് വെച്ചേക്കണം. സെപ്റ്റംബർ 7-ാം തീയതി എങ്ങാണ്ടായിരുന്നു നമ്മൾ അൺഒഫീഷ്യലായിട്ട് ഇത് ഓപ്പൺ ചെയ്തത്. സെപ്റ്റംബർ 5-ാം തീയതി. ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞു, ഇതുവരെ അത് തുറക്കാനും പറ്റിയിട്ടില്ല. 19,000 രൂപ സാധനം അകത്തുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇവർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ എൻ്റെ അടുത്തൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്, അവരുടെ സഹകരണം ഇല്ലാതെ അവിടെ എങ്ങനെ തുറക്കുന്ന കാണിച്ചു തരാം, നിനക്കൊക്കെ അവരെ അറിയത്തില്ല എന്ന രീതിയിൽ. അറിയാലോ നമ്മുടെ ടിപ്പിക്കൽ ഈ പറയുന്ന സീരിയൽ ഡയലോഗ് ഉണ്ടല്ലോ, നീ ആരെന്ന് ഞാൻ ആരെന്ന് നിനക്ക് കാണിച്ചു തരാം, നീ ആര്, നീ പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അറിയാലോ ടിപ്പിക്കൽ. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല, വേറൊന്നും കൊണ്ടല്ല. നമുക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതുകൊണ്ടാണ്. കംപ്ലയിൻറ്റ് കൊടുക്കാത്തതിൻ്റെ മെയിൻ കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. ഒരുപാട് പേരെടുത്ത് ചോദിച്ച കാര്യമാണ്, കംപ്ലയിൻറ്റ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കംപ്ലയിൻറ്റ് കൊടുത്താൽ പോരെ, അവരെ പോകത്തില്ല. കാരണം കംപ്ലയിൻറ്റ് കൊടുത്താലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞു എല്ലാം അറിയാവുന്നതാണ്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ മോളത്തെ വീട്ടിലാണ്. ഈ അണ്ണൻ കണ്ട കാര്യമാണ് അവൻ എന്നെ വണ്ടി ഇടിക്കുന്നത്. പക്ഷേ അയാൾ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്ന ഈ പറഞ്ഞത് ഞാനാണ് അവിടെ വണ്ടി ഇടാൻ സമ്മതിക്കത്തില്ല, ഓട്ടോ സ്റ്റാൻഡ് അല്ല, പേപ്പർ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ അത് അവൻ പറഞ്ഞതിൻ്റെ ഉത്തരവായിട്ടാണ് ഞാൻ പല സമയത്തും തിരിച്ചു പറയുന്നത്. അപ്പോൾ അത് ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിരുന്നതെന്ന് പോയിട്ടില്ല, അത് കണക്കുള്ള അവസ്ഥയാണ്. അപ്പോൾ അവരുടെ ഭാഗം കൂടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഓട്ടോ സ്റ്റാൻഡ് ഇട്ടിട്ട് അവരുടെ ആൾക്കാരെ വണ്ടി ഇടിക്കാൻ, അതിന് നടത്തുന്ന ആളെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ എന്ത് വലിയ തെറ്റാണ് ചെയ്തത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത്, എൻ്റെ സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് ഈ 2ാമത്തെ നിലയുടെ വാർപ്പിൻ്റെ സമയത്ത് വെള്ളമില്ലായിരുന്നു. അങ്ങനെ ഞാനാണ് ഈ വെള്ളം ചുമന്ന് മോളിൽ കൊണ്ടുവന്ന് ഒഴിക്കുന്നത്. എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ കയ്യിലെ എൽബൊക്കെ ഭയങ്കര വേദനയാണ് ആ സമയത്ത്. കാരണം ഒന്നത്തെ കാര്യം, റോഡിൻ്റെ അങ്ങ് അറ്റത്ത് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. ഈ ഓട്ടോ എപ്പോഴും അവിടെ കാണും. രാവിലെയൊക്കെ ഇവർ തമ്മിലുള്ള അടിയൊക്കെ ആണെന്ന് തോന്നുന്നു. രാവിലെ 6 മണിക്ക് അവിടെ ഓട്ടോ കൊണ്ടുവന്ന് ഫസ്റ്റ് ഇട്ടേക്കും. എന്നിട്ട് ആ ഡ്രൈവർ കാണത്തില്ല. അതിനകത്ത് 1, 2, 3 വണ്ടി കിടക്കുന്ന കാണാം, പക്ഷേ അവിടെ ഡ്രൈവർ കാണത്തില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറത്ത് കൊണ്ട് വെള്ളം പറ്റത്തുള്ളൂ. ചില സമയത്ത് ഞാൻ രാവിലെ ചില സമയത്ത് പണിയെടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം നിറയ്ക്കണം അതിനകത്ത്. അപ്പോൾ നിറയ്ക്കാൻ വേണ്ടി എന്ത് ചോദിച്ചാൽ രാവിലെ 5:30-6 മണിക്ക് മുന്നേ ഞാൻ പോകും വണ്ടി എടുത്തോണ്ട്. കാരണം 6 മണിക്ക് ശേഷം ആയിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തം കൊണ്ടുവന്ന് വണ്ടി ഓടിച്ചിട്ട് അവർ പൂക്കളായി ഫസ്റ്റ് കിടക്കാൻ വേണ്ടി. ഈ വണ്ടി തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഈ വെള്ളം എടുക്കാൻ വേണ്ടി രാത്രി 12 മണിക്ക് ഉറങ്ങുന്നതിന് മുമ്പ് കൊണ്ടുപോയി അവിടെ പാത്രം കൊണ്ട് വെച്ചിട്ട് പോയി കിടന്നുറങ്ങുന്നത്. ഏകദേശം അതേപോലത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഈ പറഞ്ഞ മേലത്തെ അണ്ണൻ എനിക്കെതിരെ മൊത്തം പറഞ്ഞു നടക്കുകയാണ്, നാട്ടിൽ മൊത്തം പറഞ്ഞു നടക്കുകയാണ്, ഞാനാണ് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പുള്ളിക്കാരൻ കുറേ നാൾ ദുബായിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നൊരു ചെറിയൊരു സംരംഭം എന്ന രീതിയിലാണ് ഈ ഓട്ടോറിക്ഷ എടുക്കുന്നത്.
അവർ ഈ പകൽക്കൂറിലുള്ള ബാക്കി ഓട്ടോക്കാർ ഇയാളെ അടുപ്പിക്കത്തോലുമില്ലായിരുന്നു. കാരണം ഇവിടെ ഈ ഒരു അമ്പലമുണ്ട്, പിന്നെ അപ്പുറത്തൊരു ജംഗ്ഷനുണ്ട്, അവിടെയൊക്കെ സൈഡിലൊക്കെ പോയി കിടന്നാണ് ഓട്ടം എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അതിന് ശേഷം 5-6 മാസം കഴിഞ്ഞ് ഇവരുടെ ഈ പാർട്ടിയായിട്ട് എന്തൊക്കെയോ എടുത്തിട്ടാണ് ഇയാൾ ഈ ഓട്ടോ അവിടെ കയറുന്നത് തന്നെ പകൽക്കൂറിൽ. അതല്ലാന്നുണ്ടെങ്കിൽ അയാളും ഇത് കണക്ക് പുറത്ത് കിടന്ന് പറയേണ്ടതാണ്. ഇന്ന് അയാൾ അകത്ത് കയറി എനിക്കെതിരെ വല്ലാതെ പറഞ്ഞു. പിന്നെ അതിനപ്പുറത്തൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ എൻ്റെ പറഞ്ഞ ഡയലോഗാണ്. ഞാൻ പറയണ ഇത്രയും പൊടി അടിച്ച് അകത്ത് കയറണം പറയാം, എല്ലാം അങ്ങ് പൂട്ടി കെട്ടിയിരിക്കുക. ആരടുത്താണ് വന്ന് പറയുന്നതെന്നൊരു ബോധം ഉണ്ടാവണം മനുഷ്യന്. സ്വന്തം കടയുടെ ഫ്രണ്ടിൽ എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുന്ന ഒരവസ്ഥ. എന്ത് അഹങ്കാരമാണ് മനുഷ്യനുള്ളതെന്ന് നല്ല ചോദിക്കും. ഇത്രയും 2-2.5 വർഷമായിട്ട് ഈ പണി കിടക്കുന്ന ഫുള്ള് സമയം ഇവരെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. ഞാനാണ് ഫുള്ള് ബുദ്ധിമുട്ട് അനുഭവിച്ചത്. ഞാനും ഇത് ഇറക്കുന്ന ആൾക്കാരും. അതിനകത്ത് ഇടയ്ക്ക് വെച്ചൊരു കമ്പി കൊണ്ടുവന്ന സമയത്ത് നമ്മളൊരു ലൈൻ എടുക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ കൊണ്ടുവന്ന് ഇടിച്ച് നമ്മൾ ഒരു പോസ്റ്റിൻ്റെ ചെറിയൊരു കമ്പ് കണക്കൊരു സാധനം വെച്ചിരുന്നു. അത് പൊട്ടിത്തറയി വീഴും. പിന്നെ വേറെ വാങ്ങി വയ്ക്കുകയാണ് ചെയ്തത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോക്കാർ സമ്മതിക്കത്തില്ല നമ്മളവിടെ അകത്തോട്ട് കയറാൻ. അതുകൊണ്ട് താഴെ കൊണ്ടിടണം വേറെ സ്ഥലത്ത്, പിന്നെ അവിടെ നിന്ന് ബാക്ക് എടുത്ത് ഇടണം. അപ്പോഴാണ് ഈ സംഭവിച്ചത്. പിന്നെ അതിന് വേറെ നമ്മൾ ചെയ്യേണ്ടി വന്നു. അങ്ങനെ A to Z പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് തുടങ്ങാൻ. ഇപ്പം ലക്ഷക്കണക്കിന് രൂപ കൊണ്ടിട്ടിട്ട് നമ്മൾ അവരുടെ ചീത്തവിളി കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒരു വീഡിയോ ഇടാനൊന്നും എനിക്ക് വയ്യ. ഇതായിരിക്കും ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ. ഞാൻ പറഞ്ഞാൽ തന്നെ അതിപ്പം വിൽക്കാനോ അല്ലെങ്കിൽ വാടകയ്ക്കോ എന്താ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കംപ്ലൈൻറ്റ് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എല്ലാം അറിയാവുന്ന ആൾക്കാരാണ്. പണ്ട് എനിക്ക് പകൽക്കൂറിലൊരു വല്യാമ്മ ഉണ്ടായിരുന്നു, അമ്മയുടെ ആങ്ങള. അപ്പം അവരുടെയൊക്കെ സുഹൃത്തുക്കളാണ് പലരും. വല്യാമ്മനൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും വല്യാമ്മനെയായിരിക്കും നല്ല മിസ് ചെയ്യുന്ന ഈ സമയത്ത്. കാരണം വല്യാമ്മനൊക്കെ നാട്ടിലെ ഭയങ്കര പ്രമാണിയായിരുന്നു ഒരു സമയത്ത്. നല്ലൊരു അറിയപ്പെടുന്ന വലിയൊരു ആളായിരുന്നു. വല്യാമ്മനൊക്കെ ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ഓട്ടോക്കാർ എൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഈ കടയുടെ ഫ്രണ്ടിൽ പോലും നിൽക്കത്തില്ല. ആ ഒരു കാലം ഇന്ന് പോയി. സോ ഇതാണ് ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചു. എല്ലാവർക്കും നന്ദിയുണ്ട്. കാരണം എന്താ പറയുക, നന്ദി മാത്രമേ ഉള്ളൂ. വളരെ നന്ദിയുണ്ട്. കാരണം പല രീതിയിലാണ് മെസ്സേജ് വന്നത്. ഓട്ടോക്കാരെ അനുകൂലിച്ചിട്ട് ആരും ഇട്ടിട്ടില്ല. എല്ലാവരും പറയുന്നത് ഇങ്ങനെ കംപ്ലൈൻറ്റ് അവരുമായിട്ട് സഹകരിച്ച് പോകുമെന്നാണ്. സഹകരിച്ച് പോകാൻ തന്നെയാണ് നമ്മളും താല്പര്യം. പക്ഷേ അത് അവർ പാരലായിട്ടിടണം. അവരിടത്തില്ല. അത് 100% അവർ പറഞ്ഞു. പാരലായിട്ടൊന്നും അവരിടത്തില്ല. അവർക്ക് അവിടെ സുഖമായിട്ട് അകത്തോടെ തന്നെ കയറി കിടക്കണം എന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ കിടക്കട്ടെ. അപ്പം വേറെ നിവർത്തിയില്ല. അപ്പം ഓവറാൾ ഇതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അല്ലാതെ വേറെ പറയാനൊന്നുമില്ല ഇതിനെപ്പറ്റി. ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും ഇവിടെയൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകാൻ. അപ്പം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങളോടാണ്. കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, ആരെയും ഡിസ്കറേജും ചെയ്യുന്നില്ല. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പാസീവായിട്ടുള്ള ഇൻകത്തിന് വേണ്ടി മാത്രമേ ഇവിടെ ബിസിനസ് ചെയ്യാവൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 30 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 20 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചോ. എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ശരിക്കും പറഞ്ഞാൽ ആ കട ഫുള്ളി നമ്മൾ സാധനങ്ങൾ വെക്കണമെങ്കിൽ ഇനി ഒരു 3-4 ലക്ഷം രൂപയുടെ സാധനം വേണം. ഈ കടയായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു 10-50,000 രൂപയുടെ സാധനം എടുത്ത് വെച്ചാൽ മതിയെന്ന്. പക്ഷേ 50,000 രൂപയുടെ സാധനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ മൂക്കിപ്പുഴയുടെ അത്രയേ ഉള്ളൂ. ഒരു 2 റോ പോലും നമുക്ക് ഫുള്ളാക്കി വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോരുത്തർ ശരിക്കും ഒന്ന് ഭയങ്കര റെസ്പെക്റ്റ് എനിക്ക് തോന്നുന്നുണ്ട്. ഇതുമായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ശരിക്കും ഒരു അവസ്ഥ മനസ്സിലാവുന്നത്. ഒരു കടയൊക്കെ ശരിക്കും ഫുള്ളി അതിനകത്ത് സാധനങ്ങൾ വെക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ നമ്മൾ അതിനകത്ത് വാങ്ങി വെക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണം. അത്രയും രൂപ നമ്മൾ ഇറക്കി വെച്ചിട്ട് ഇവരെ കണക്കുള്ള ആൾക്കാരെയും പേടിച്ച് ജീവിക്കണമെന്ന് പറയുന്നത് കേരളത്തിലല്ലാതെ ഇന്ന് വേറെ ഒരു സ്റ്റേറ്റും നടക്കത്തില്ല. അത് ഞാൻ 100% ഒപ്പിട്ട് പറഞ്ഞുതരാം. വേറെ ഒരു സ്റ്റേറ്റിലും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിൽ പോയാലോ, അല്ലെങ്കിൽ അവരൊക്കെ തമിഴ്നാട്ടിലൊക്കെ എത്രയോ ഓർഡേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പാരലായിട്ട് ഇടുന്നത്. ഒരു കടയെ ബുദ്ധിമുട്ടിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. കാരണം അവർ തങ്ങളെ ഒരു സഹകരണമുണ്ട്. കാരണം 2 പേർക്കും ഈക്വലി ബെനിഫിറ്റാണ്. ഇപ്പോൾ നമ്മൾ അവിടെ കട കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ലാബ് വയ്ക്കുക, ഒരു ടീ ഷോപ്പ് വയ്ക്കുക, ഭാവിയിൽ അതിനൊരു ക്ലിനിക്കായിട്ട് മാറ്റുക, അതിൻ്റെ മുകളിലൊരു ഓൺലൈൻ മീഡിയ ചെയ്യുക, പിന്നെ മുകളിലൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് വയ്ക്കുക. ഇത് എന്ത് വന്നാലും അതിൻ്റെ 1% ലാഭം അവർക്കും ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ലാബിൽ വരുന്നവർ പലർക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ കൊണ്ടുപോവുക.
അങ്ങനെ പല രീതിയിൽ ഇപ്പോൾ ചായ കുടിക്കുന്നവർ അല്ലെങ്കിൽ ആൾക്കാർ കൂടുതലായിട്ട് വരിക, അപ്പോഴത്തേക്ക് അവർക്കും ഉപയോഗമായിരുന്നു. രണ്ട് പേർക്കും ഈക്വലി നമുക്ക് സഹകരിച്ച് പോയിരുന്നെങ്കിൽ നല്ല ഉപയോഗമായിരുന്നു. പക്ഷെ അവർക്ക് അതിന് താല്പര്യമില്ല. ഇതിൽ കൂടുതൽ എനിക്ക് ഇതിനെപ്പറ്റി പറയാനേ സത്യം പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ സഹിച്ചൊരു നെല്ലിപ്പലയുടെ താഴെ സഹിച്ച് നിൽക്കുകയാണ് കേരളത്തിൽ. കുറേ കള്ളം, എന്താ പറയുക, കട്ടുമുടിച്ച് ജീവിക്കുന്ന കുറേ സർക്കാർ ജീവനക്കാർ. സത്യമില്ല, ഞാൻ പറഞ്ഞാൽ എന്തിനു സത്യം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നിങ്ങൾ. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇവിടുത്തെ എന്തൊക്കെ അഴിമതിയാണ് നടക്കുന്നതെന്ന്. ഒരു ബസ് സ്റ്റോപ്പ് 50,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന ബസ് സ്റ്റോപ്പ് 3 ലക്ഷം രൂപ. ആരാ അനുമതി കൊടുക്കുന്നത്? അനുമതി കൊടുത്താലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആരാ കൊടുക്കുന്നത്? ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥകൾ, പിന്നെ ബാക്കി നമുക്കറിയാവുന്ന കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങൾ എല്ലാം നോക്കിയാൽ മതി. ഇപ്പോൾ SC/ST വിഭാഗത്തിന് കഴിഞ്ഞൊരു 30-40 വർഷം അലോട്ട് ചെയ്ത ക്യാഷ് ശരിക്കും എത്തിയിരുന്നുണ്ടെങ്കിൽ അവർ ഓരോരുത്തരും കോടീശ്വരാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്യാഷൊക്കെ എവിടെ പോയത്? വലിയ ചോദ്യങ്ങളാണ് നമ്മളെ മുന്നിലുള്ളത്. കാരണം കേരളത്തിലുള്ള ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ പ്രതികരണ ശേഷിയില്ല. ഇപ്പോൾ അവർ മെയിനായിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സ്വന്തമായിട്ടൊരു ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സെറ്റ് ആവണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ തലമുറയാണെങ്കിൽ എങ്ങനെയെങ്കിലും പുറത്തോട്ട് പോകണം. മെഡിക്കൽ സ്കൂളിലേക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ദയനീയമായ അവസ്ഥയാണ്. എനിക്കറിയാവുന്ന ഡൽഹിയിൽ വെച്ചിട്ട് 2 മലയാളി ഡോക്ടേഴ്സായിരുന്നു. എനിക്കറിയാവുന്നതെന്ന് വെച്ചാൽ ഞാൻ പേഴ്സണലി വർക്ക് ചെയ്തതല്ല, വേറെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്തത്. അപ്പോൾ 2 പേര് ഇപ്പോൾ UK-യിലാണ്. ജർമ്മനി പോയവർ, എൻ്റെ പഠിച്ച മിക്കുള്ളവർ ഇപ്പോൾ ജർമ്മനി പോയവരുണ്ട്, അല്ലെങ്കിൽ UK-യിലോട്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആർക്കും ഇവിടെ നിൽക്കാൻ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇതൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ഒരുപാടങ്ങ് പറഞ്ഞു പോയി. ഇതൊരു ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ആ ശ്രേണിയിലാണ്. ഇനി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ക്ലാരിഫിക്കേഷനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. കാരണം മടുത്തു, ഭയങ്കരമായിട്ട് മടുത്തു ഇതിനെപ്പറ്റി പറഞ്ഞ്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങനെ സംസാരിച്ച്. പിന്നെ പറയാൻ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ മെസ്സേജും കോളും ഒക്കെ വരുന്നതുകൊണ്ടാണ്. നന്ദിയുണ്ട് എല്ലായിടത്തും, കാരണം വളരെ നന്ദിയുണ്ട്. കാരണം ഈ ഒരു അവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ പേരും അഡ്രസ്സും ഒരു തവണ പോലും കാണാത്ത ആൾക്കാരാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നതും അവർ സപ്പോർട്ട് ചെയ്യുന്നതും. എനിക്ക് കൂടെയുള്ള ആൾക്കാരും എന്നെ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം ഞാൻ വിശ്വസിച്ച പാർട്ടിയോ ഒരാളും സപ്പോർട്ട് ചെയ്യാറില്ല. അപ്പോഴത്തേക്ക് അതാണ് ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇതായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട അവസാനത്തെ വീഡിയോ. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ തന്നെ ഇതിന് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അവരെന്താ വെച്ചാൽ ചെയ്യട്ടെ. ഇപ്പം കട ഇപ്പോൾ അടച്ചിടാം, കുറച്ചുകൂടെ കഴിയുമ്പം വിൽക്കുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാം. ആ ഒരു ഇൻട്രസ്റ്റ് ആണ്. കാരണം വേറെ വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം 2 വർഷം കഴിഞ്ഞാൽ ഞാൻ പോകും. എനിക്ക് 3 വർഷമാണ് PG കോഴ്സ്. ഇപ്പം 1 വർഷം ഏകദേശം തീരാറായി. ഇപ്പം 2 വർഷം കൂടെ ഉള്ളൂ. അപ്പോൾ ആ 2 വർഷം ഇത് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത ശേഷം എനിക്ക് പുറത്തോട്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം. മീൻസ് കേരളത്തിൻ്റെ പുറത്ത് എവിടെയെങ്കിലും, ഡൽഹിയോ അങ്ങോട്ട് എവിടെയെങ്കിലും പോകാനാണ് ശരിക്കും എൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതിന് പോകുന്നതിന് വേണ്ടി എനിക്കിവിടെ അടിയുണ്ടാക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? കാരണം ഇവിടെ എൻ്റെ ഫാമിലി ഉണ്ട്, ബാക്കി കുടുംബക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഞാനൊരു പ്രശ്നക്കാരനായിട്ട് മാറിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ ഞാൻ വേണ്ട, കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വേണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അവർ എന്താ വെച്ചാൽ ചെയ്യട്ടെ, അവർക്ക് ജീവിക്കണ്ടേ. ഒരു 7-8 ഓട്ടോക്കാർക്ക് വേണ്ടി നമ്മുടെ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കി വെച്ചേക്കുവാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ 2-3 ഓൺലൈൻ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു, ഇങ്ങനെ കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കൊടുക്കാമെന്ന് പറഞ്ഞ് സമ്മതിച്ച് എല്ലാ കാര്യവും ചെയ്തു. പക്ഷേ ഞാൻ പിന്നെ വെച്ച് വേണ്ട, അതും നമ്മൾ പിന്നെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അവരെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാവും. വേണ്ട, അവരിന്നോട്ടെ, അവർ രക്ഷപ്പെടട്ടെ. ഏതെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടാൽ മതി, അവർ രക്ഷപ്പെടട്ടെ. അവർക്കിപ്പോൾ നല്ല തണലൊക്കെ ആയെന്നാണ് പറയുന്നത്. കട നല്ല ഹൈറ്റ്, 2 നിലയും പ്ലസ് ഒരു ഷീറ്റും ഉണ്ട്. അപ്പം 3 നിലയുടെ ഒരു ഇതുണ്ട്. അപ്പോഴത്തേക്ക് നല്ല തണൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പം അവർ സുഖമായിട്ട് അവിടെ ഓട്ടോ അടിച്ച് ജീവിക്കട്ടെ. നമ്മുടെ കാര്യം ഗോവിന്ദ അല്ല എന്ന് തോന്നുന്നു. ഒരു അവസാനത്താണ് ഞാനൊരു കാര്യം പറയാം. ഇത് കേൾക്കുന്ന മലയാളികളോട്, ഒരു കാരണവശാലും നിങ്ങൾ ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ട് സോൾലി ഇറങ്ങരുത്, ഫുള്ളി. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ ചെയ്ത ഏറ്റവും വലിയൊരു ബുദ്ധിപരമായ കാര്യം എന്ന് പറയുന്നത് അറ്റ് എ ടൈം നമ്മൾ ഫുള്ള് സാധനം ഇറക്കി വെച്ചില്ല. നിങ്ങൾ ആലോചിക്കുക, ഒരു 4 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം രൂപയുടെ സാധനം നമ്മൾ ഇറക്കി വെച്ചിരുന്നെങ്കിൽ നമുക്കുണ്ടാകുന്ന നഷ്ടം. ഇപ്പോൾ തന്നെ ഒരു 50,000 രൂപ സാധനം അകത്ത് ഇരിക്കുകയാണ്, പല രീതിയിലുള്ളത്. അത് വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ്. കട തുറക്കാൻ പറ്റണ്ടേ? കട തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് പൊടിയാണ്. നമ്മൾ ആദ്യം അവിടെ 2 ദിവസം പോയപ്പോൾ തന്നെ എനിക്ക് വയ്യാതായി. ശരിക്കും ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതാണ്. കാരണം ഞാൻ അവിടെ 2 ദിവസം അവിടെ പോയിരുന്നായിരുന്നു. ആ പോയ സമയത്ത് ഈ വണ്ടി എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ പോവുകയും തിരിച്ച് വരികയും ചെയ്യും. അപ്പോൾ തിരിച്ച് ക്രോസ് ചെയ്തുകൊണ്ട് നമ്മളെ കടയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടാണ് ഈ പറയുന്ന അവരെ സൈലൻസറിൽ നിന്ന് ഭയങ്കര പുകയാണ് വരുന്നത്. നമ്മൾ ഈ TV യിലൊക്കെ കാണത്തില്ലേ, KSRTCയുടെ ഇല്ല കറ പുക, ആ സാധനമാണ് അടിച്ച് വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റായി. എനിക്ക് ആൾറെഡി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പം ഇതും കൂടെ ചേർന്ന് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം
എനിക്കൊന്നും പറയാൻ വയ്യ. ഇതിനെക്കുറിച്ച് ഇനി പറയാനും വയ്യ. ഒരുപാട് ലെന്തായി, 30 മിനിറ്റായി. ഇനി ഇതിനപ്പുറം പറയാമെന്ന് എനിക്ക് വയ്യ. ഇത്രയേ ഉള്ളൂ. ബൈ, താങ്ക് യു. ഇതെൻ്റെ ഈ ഒരു ശ്രേണിയിലെ അവസാനത്തെ വീഡിയോ ആയിരിക്കും. ഇതിനെപ്പറ്റി പറയാനോ അവർ സംസാരിക്കാനോ ടോക്ക് ചെയ്യാനോ താല്പര്യമില്ല. അവർ ജീവിക്കട്ടെ, അവർ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ, അവരെ കുടുംബമൊക്കെ രക്ഷപ്പെട്ടു പോട്ടെ. നമ്മുടെ കാര്യം ആ കിട്ട ക്യാഷൊക്കെ പോയി, എത്ര തന്നെ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല.